എന്തായാലും ഈ പെൺകുട്ടിയെ എത്രയും വേഗം തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പെൺകുട്ടിയെ തിരിച്ച് വീട്ടിലെത്തിയാൽ അതിനെ അച്ഛനും അമ്മയും ഇവരെ ഇവിടെ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. റോഷ്നി. അശ്വിൻ ഇപ്പോൾ ഉള്ളത് കുട്ടിയുടെ മാതാപിതാക്കളുടെ കൂടെയാണ്. എന്തായാലും കുട്ടിയെ കിട്ടി എന്നുള്ള വിവരം ആ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല കുട്ടിയുമായി ഫോണിൽ അവർ സംസാരിച്ചു, ഭക്ഷണം കഴിച്ചോ, ആവശ്യമാണോ എന്നെല്ലാം അമ്മയും അച്ഛനും ചോദിച്ചു. എന്തിനാണ് മോളെ പിണങ്ങിപ്പോയതെന്നുള്ള കാര്യവും ചോദിക്കുന്നുണ്ടായിരുന്നു. അച്ഛനോട് കുട്ടി സംസാരിച്ചു എന്ന് തന്നെയാണ് അശ്വിൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ മാതാപിതാക്കൾ ഏറെ ആശ്വാസകരമായ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുകയാണ്. ഇനി കുട്ടിയെ എത്രയും വേഗം മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തിക്കണം. നിലവിൽ RPFന്റെ പക്കമാണ് കുട്ടി ഉള്ളത്. കുട്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളം കുടിച്ചിട്ടുണ്ട് എന്നെല്ലാമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മണിക്കൂറുകൾ നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ 37 മണിക്കൂറോളം നീണ്ടുനിന്ന വ്യാപകമായ തിരച്ചിലിനൊടുവിലാണ് മലയാളികൾ തന്നെയാണ് കുട്ടിയെ കണ്ടുകിട്ടിയത്. ആന്ധ്രയിലെ മലയാളി സമാജം പ്രവർത്തകർ കുട്ടിയെ കാണുകയായിരുന്നു. കണ്ടുകിട്ടുമ്പോൾ കുട്ടി ട്രെയിനിൽ ബർത്തിൽ അവശയായി കിടക്കുകയായിരുന്നു എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും കുട്ടി ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു. ഇനി മാതാപിതാക്കളുടെ അടുത്തേക്ക് കുട്ടിയെ എത്തിക്കണം. അക്കാര്യത്തിലായിരിക്കും ഇനി പരിഗണന. അതിനുള്ള നടപടികളാണ് ഇനി നടക്കേണ്ടത്. അത്തരം നടപടികളിലേക്കെല്ലാം സംഘം കടന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഏറെ സന്തോഷത്തോടെ മകളെ കണ്ടെത്തി എന്നുള്ള വാർത്ത ആ മാതാപിതാക്കളെ തേടിയെത്തിയിരിക്കുകയാണ്. കഴക്കൂട്ടത്തെ വാടക വീട്ടിൽ ഉള്ള ആ മാതാപിതാക്കൾക്കൊപ്പം ആണ് അശ്വിനുള്ളത്. അശ്വിൻ, ഇപ്പോൾ നിലവിൽ മാതാപിതാക്കൾക്ക് എന്ത് വിവരമാണ് ശരിക്കും ലഭിച്ചിട്ടുള്ളത്? കുട്ടി എപ്പോഴെത്തുമെന്നത് സംബന്ധിച്ചൊന്നും വിവരങ്ങൾ ലഭിച്ചിട്ടില്ല അല്ലേ? റോഷ്നി, അത് സംബന്ധിച്ച വിവരം ഇതുവരെ ഈ മാതാപിതാക്കൾക്ക് ലഭിച്ചിട്ടില്ല. ഇവർക്ക് ആകെ ഇപ്പോൾ ആയിട്ടുള്ളത് ഈ പെൺകുട്ടിയുമായി തങ്ങളുടെ മകളുമായി 37 മണിക്കൂറിന് ശേഷം കാണാതായതിനു ശേഷം സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഇവർക്ക് കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പെൺകുട്ടി എപ്പോൾ തിരിച്ചെത്തും, എങ്ങനെ തിരിച്ചെത്തും എന്നുള്ള കാര്യങ്ങളിലൊന്നും ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഈ പെൺകുട്ടി തിരിച്ച് അച്ഛനും അമ്മയോടും സംസാരിക്കുന്നു. പെൺകുട്ടി ആരോഗ്യവതിയാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, സുരക്ഷിതയായി തന്നെ ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം ഏറ്റവും ആശ്വാസകരമാണ്. മലയാളികൾ തന്നെ അവരുടെ പക്കൽ തന്നെ പെൺകുട്ടി എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പെൺകുട്ടിയുമായി ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ വീട്ടുകാർ അച്ഛനും അമ്മയും സംസാരിച്ചതും ഈ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലായതും ഈ പെൺകുട്ടിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു മൊബൈൽ സംഭാഷണം അത്ര ക്ലിയർ ആയിരുന്നില്ല. എന്നിരുന്നാലും പെൺകുട്ടിയോട് ഭക്ഷണം കഴിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട്. അതിന് പെൺകുട്ടി ഉത്തരവും നൽകുന്നുണ്ട്. പെൺകുട്ടി ഒരു അല്പം ക്ഷീണിച്ച ആ ഒരു ശബ്ദത്തിലാണ് മറുപടി നൽകുന്നതും പെൺകുട്ടി കരയുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ആ പെൺകുട്ടിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെയും അല്പമെങ്കിലും പെൺകുട്ടിക്ക് ഇപ്പോൾ ഒരു ആശ്വാസം, അതുപോലെ തന്നെ വീട്ടുകാർക്കും ആശ്വാസം. ഈ 37 മണിക്കൂറിന് ശേഷം മകളുമായി സംസാരിക്കാൻ ഇവർക്ക് കഴിയുന്നു, അച്ഛനും അമ്മയുമായി സംസാരിക്കാൻ പെൺകുട്ടിക്കും കഴിയുന്നു. അങ്ങനെ ഇപ്പോൾ ഏറെ ആശ്വാസകരമായ ആ ഒരു കാര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പെൺകുട്ടിയെ ഇനി വീട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കേണ്ടതുണ്ട്. അങ്ങനെയും എന്തായാലും പെൺകുട്ടിയെ എത്രയും വേഗം നാട്ടിലേക്ക് തിരിച്ച് കഴക്കൂട്ടത്തേക്ക് വീട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വിൻ, ഇവർ ഈ താമസം മാറിയിട്ട്, ഈ വാടക വീട്ടിലേക്കുള്ള താമസം മാറിയിട്ട് തന്നെ വളരെ കുറച്ച് ദിവസങ്ങളേ ആവുന്നുള്ളൂ. ഈ മുറ്റത്ത് മാത്രം കളിച്ച് നടന്നിരുന്ന കുട്ടിയാണ്. അതായത് കൂടുതൽ ആ സ്ഥലത്തെക്കുറിച്ചുള്ള പരിചയമൊന്നും ഇല്ലാതിരുന്ന ഒരു കുട്ടി ഇത്ര ദൂരം യാത്ര ചെയ്തു എന്നത് ആലോചിക്കുമ്പോൾ ആ മാതാപിതാക്കൾക്ക് ആശ്ചര്യമില്ലേ അശ്വിൻ? റോഷിനി, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഈ പെൺകുട്ടിയുടെ അച്ഛനോട് സംസാരിച്ചിരുന്നു. പെൺകുട്ടിയുടെ അച്ഛനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അസമിൽ ഈ പെൺകുട്ടി തനിച്ച് ഇത്തരത്തിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമായിരുന്നു. വീടിനടുത്തുള്ള കടകളിലേക്ക്, ബസാറുകളിലേക്കൊക്കെ ഈ പെൺകുട്ടി തനിച്ച് സാധനങ്ങൾ വാങ്ങാൻ ബസ്സിൽ കയറി പോകും. മാത്രമല്ല, ഇന്നലെ ഇവരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഈ പെൺകുട്ടി ഏതെങ്കിലും വിധേയനെ അസമിലെത്തുകയാണെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഗ്രാമത്തിലുള്ള അവരുടെ വീട്ടിലേക്ക് എത്താനുള്ള വഴി ഈ പെൺകുട്ടിക്ക് കൃത്യമായി അറിയാം എന്നും പെൺകുട്ടിയുടെ പിതാവ്
പിതാവ് ഇന്നലെ നമ്മളോട് പറഞ്ഞിരുന്നു. ആ ഒരു ധൈര്യത്തിലായിരിക്കണം ഒരു പക്ഷേ ഈ പെൺകുട്ടി ഇവിടെ നിന്നും കഴക്കൂട്ടം വരെ നടന്നെത്തുന്നു. അവിടെ നിന്ന് AJ ഹോസ്പിറ്റലിന് സമീപമുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരുപക്ഷെ ബസ് കയറിയാവാം, ബസ് കയറി തമ്പാനൂരിലെത്തുന്നു, അവിടുന്ന് ട്രെയിൻ കയറി പോകുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ആ ഒരു അനുമാനമുള്ളത്. ഈ ഒരു ധൈര്യം എത്രയും വേഗം എത്തിക്കുക എന്നുള്ളതാണ് നടപടി. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ്, കുഞ്ഞിനെ CWCയിൽ എത്തിക്കും എന്നാണോ അറിയാൻ കഴിയുന്നത്? കുട്ടിയെ ആർക്ക് കൈമാറും? എപ്പോൾ കുട്ടി മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തും? അതെല്ലാം നടപടിക്രമങ്ങളാണ്. കാരണം ഇത്തരമൊരു മൈനറാണ് കുട്ടി. സ്വാഭാവികമായി കുട്ടിയെ CWCD കൈമാറും. CWC മജിസ്ട്രേറ്റിന് മുന്നിൽ കൈമാറും, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അതിനുശേഷം മൊഴി കൂടി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും മാതാപിതാക്കൾക്കൊപ്പം കൈമാറുക. അത് സാധാരണ നടപടിക്രമമാണ്. നിലവിൽ ഇപ്പോൾ അടിയന്തരമായി തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം, ചെന്നൈയിലേക്ക് പോയ പോലീസ് സംഘം അവർ വിശാഖപട്ടണത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതേസമയം മറ്റൊരു ടീം ഇന്ന് തന്നെ വിശാഖപട്ടണത്തേക്ക് തിരിക്കാൻ ആലോചിക്കുന്നുണ്ട്. അത് ട്രെയിൻ ടിക്കറ്റോ ഫ്ലൈറ്റ് ടിക്കറ്റോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആവുന്നതിനനുസരിച്ചായിരിക്കും അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും നിലവിൽ ഏറ്റവും അടുത്ത്, അതായത് ചെന്നൈയിൽ നിന്ന് ഏകദേശം 800ഓളം കിലോമീറ്റർ പോകണം വിശാഖപട്ടണത്തേക്ക് എത്താൻ. ചെന്നൈയിലേക്ക് പോകും വഴിയാണ് ഇക്കാര്യം അറിയുന്നത്. സ്വാഭാവികമായി അവർ ചെന്നൈ എത്തിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഇക്കാര്യം അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ചെന്നൈയിലേക്ക് പോയ ആ ടീം സംഘം ഇനി നേരെ വിശാഖപട്ടണത്തേക്ക് പോകും. അതോടൊപ്പം മറ്റൊരു സംഘത്തെ, അതായത് അതിനും വേഗത്തിൽ എത്താൻ കഴിയുന്ന ഒരു സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് പോലീസ്. എന്തായാലും അക്കാര്യത്തിൽ ഒരു തീരുമാനം, കാരണം മറ്റൊരു സ്വാഭാവികമായ ഇത്തരമൊരു കാര്യത്തിലേക്ക് വിടുമ്പോൾ ഒരു SIയുടെ നേതൃത്വത്തിൽ അഡീഷണൽ SI അടക്കമുള്ള ഒരു ടീം ഉണ്ടാകും, ഒരു ഹൈറാർക്കി കൃത്യമായി പാലിക്കുന്ന ടീം. അതിൽ വനിതാ പോലീസ് അടക്കമുണ്ടാകും, ഉയർന്ന തസ്തികയിലുള്ള വനിതാ പോലീസ് തന്നെ ഉണ്ടാകും. അത് അവർ ഉൾപ്പെടുന്ന ഒരു ടീമിനെ ഉണ്ടാക്കിയായിരിക്കും വിടുക. എന്തായാലും നിലവിൽ ആ ടീം തന്നെ, അത്തരമൊരു ടീം തന്നെയാണ് ചെന്നൈയിലേക്ക് പോയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനിയൊരു ആ ടീമിനെ നേരെ ചെന്നൈയിലേക്ക് പോയിരുന്ന ടീമിനെ നേരെ വിശാഖപട്ടണത്തേക്ക് വിട്ടത്. ഇനി അതിലും കൂടുതൽ വേഗത്തിൽ വിശാഖപട്ടണത്തേക്ക് എത്താൻ കഴിയുന്ന മറ്റേതെങ്കിലും മാർഗമുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. എത്തിക്കഴിഞ്ഞാൽ പോലീസ് ആദ്യം കൈമാറുക, ഇത്തരത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം CWC കൈമാറും. CWC കൗൺസിലിംഗും എല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും മാതാപിതാക്കൾക്കൊപ്പം പൂർണ്ണമായി വിട്ടു നൽകുക. അതോടൊപ്പം മറ്റൊരു സുപ്രധാന കാര്യം, ഈ മലയാളി സമാജത്തിൻ്റെ ആളുകൾ ഈ കുട്ടിയെ കണ്ടെത്തുമ്പോൾ ഉണ്ടാകുന്ന ചില സംശയങ്ങൾ അവർ പറയുന്നുണ്ട്. അതായത് കുട്ടിയെ കുറിച്ച് ചോദിച്ചപ്പോൾ കുട്ടിക്കൊപ്പം മറ്റൊരു സംഘം ഉണ്ടായിരുന്നു. ആ സംഘം കുട്ടി അവരുടേതാണെന്ന് അവകാശപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതായത് ഈ കുട്ടിക്കൊപ്പം എന്ന് പറയുന്നത് കുട്ടിയെ ഞങ്ങളുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ഇത് സംസാരിക്കുമ്പോൾ തന്നെ മറ്റൊരു തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഞങ്ങളുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്തായാലും അക്കാര്യത്തിലേക്ക് ഇനി വ്യക്തത വരണമെങ്കിലും അത്തരത്തിൽ ഒരു സംഘത്തിൻ്റെ കയ്യിലായിരുന്നോ കുഞ്ഞ്, ഏതെങ്കിലും ചെന്നൈയിൽ നിന്ന് മറ്റേതെങ്കിലും സംഘത്തിൻ്റെ കയ്യിലേക്ക് കുഞ്ഞ് അകപ്പെട്ടോ തുടങ്ങിയ സംശയങ്ങളെല്ലാം നിലവിലുണ്ട്. എന്തായാലും അങ്ങനെ അകപ്പെട്ടു എന്നുള്ള സാഹചര്യം ഉണ്ടായാൽ പോലും സുരക്ഷിതയായി കുട്ടിയെ മലയാളി സമാജം അംഗങ്ങൾ രക്ഷപ്പെടുത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അവർ ഇനിയും കുറച്ച് നമ്മൾ അവരോട് സംസാരിക്കേണ്ടതുണ്ട്. എങ്കിലും അത്തരമൊരു നേരിട്ട് കുട്ടിയെ കണ്ടപ്പോൾ സംശയം തോന്നി ഇടപെട്ടപ്പോൾ ഇത് ഞങ്ങളുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞ മറ്റൊരു ടീം വന്നു. അവരോട് ടിക്കറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായി മറുപടി പറഞ്ഞില്ല. അപ്പോൾ വീണ്ടും സംശയം തോന്നി കുട്ടിയോട് സംസാരിച്ചു. അപ്പോഴാണ് കുട്ടി പേര് പറയാൻ തയ്യാറായത്. ആ പേര് പറഞ്ഞപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായി.